അതെ, 12 ലക്ഷം വരെ നമുക്ക് ടാക്സ് ഇല്ല. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവേണ്ട ഒരു ഇൻഫർമേഷനാണ് ഈ പറയുന്നത്. ചില ആളുകളെങ്കിലും ചിന്തിക്കും, സാർ ഇത് എന്തിനാണ് ഞങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്? 12 ലാക്സ് വരെ ടാക്സ് ഇല്ല എന്നുള്ളത് ഞങ്ങൾ കേട്ടിട്ട് എന്താണ് കാര്യമുള്ളത് എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലിൽ ഈ ഒരു ഇൻഫർമേഷൻ പറയാനുള്ള കാര്യം, സെൻട്രൽ ഗവൺമെൻറ് റെയിൽവേ എക്സാമുകൾക്ക് വേണ്ടി പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ മന്ത്ലി 1 ലാക്ക് സാലറി വരെ മേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിന് മുകളിൽ സാലറി മേക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, നിങ്ങൾക്ക് മാസം 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ടാക്സ് ഒന്നും തന്നെ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് നമ്മുടെ ധനകാര്യമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ എല്ലാ ജനങ്ങളും ഏറ്റവും സന്തോഷത്തോടു കൂടി, അല്ലെങ്കിൽ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഒരു വലിയ അനൗൺസ്മെന്റ് ആണ് ഞാൻ ഈ പറയുന്ന 12 ലാക്സ് വരെ എന്ത് കൊടുക്കേണ്ട, ടാക്സിന്റെ ആനുകൂല്യമുണ്ട്, അല്ലെങ്കിൽ ടാക്സ് നൽകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് സ്ലാബ് ഫിനാൻഷ്യൽ ഇയർ 2025-26 വർഷങ്ങളിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഇത് ഗവൺമെന്റ് എക്സാമുകൾക്ക് നോക്കുന്ന ആളുകൾക്ക് എത്രത്തോളം പ്രയോജനമാണ് തരുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഇൻകം ടാക്സ് സ്ലാബ് ഫിനാൻഷ്യൽ ഇയർ 2025-26 എന്ത് അട്രാക്ഷനാണ് നമുക്ക് തരുന്നത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, 12 ലക്ഷം രൂപ വരെയുള്ള ആൾക്കാർക്ക് 0 ടാക്സ് ആണ്. ഇതൊരു നിസ്സാരമായ കാര്യമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോഴത്തെ ജീവിത ചെലവ് അനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഇപ്പം ഗവൺമെന്റ് എക്സാമുകൾക്ക്, ഞാൻ ഗവൺമെന്റ് സ്കീമിൽ കിട്ടുന്ന സാലറിയെ പറ്റി പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ ഞാൻ 8th പേ കമ്മീഷനെ പറ്റി പറഞ്ഞായിരുന്നു. 2026 കൂടി 8th പേ കമ്മീഷൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മിനിമം സാലറി എന്ന് പറയുന്നത് 40 മുതൽ 50ലേക്ക് പോവുകയും, ഇപ്പോൾ ഒരു 75 രൂപ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ സാലറിയൊക്കെ 1 ലക്ഷത്തിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. ആ സമയത്ത് നിങ്ങളൊരു SSC CGL പരീക്ഷ എഴുതിയൊക്കെ കയറുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ സാലറി ഒരു പക്ഷേ സ്റ്റാർട്ടിംഗ് സാലറി 1 ലക്ഷം രൂപയിലേക്കൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഫിനാൻഷ്യൽ ഇയർ മുതൽ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്താണ്? 12 ലക്ഷം വരെയുള്ള ആളുകൾക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ജോബ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു മിഡിൽ ക്ലാസ് ജോബ് എന്ന് പറയുമ്പോഴും അത്യാവശ്യം നല്ല സാലറി മേക്ക് ചെയ്യുന്ന ഗവൺമെന്റ് ജോബുകാരെന്ന് പറയുന്ന ഒരു ഹൈ പ്രൊഫൈൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നമ്മളൊരു എക്സാം എഴുതി ക്ലിയർ ചെയ്ത്, അല്ലെങ്കിൽ ചെറിയ എക്സാമിൽ കയറുന്നവർ മുകളിലുള്ള എക്സാമുകളിലേക്ക് എത്താൻ സാധിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി നേടിയെടുക്കാൻ സാധിക്കും. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നമ്മളെ ടാക്സിൽ നിന്ന് ഒഴിവാക്കി തരുന്നു എന്ന് പറയുന്നത് നമ്മളുടെ ജീവിത സാഹചര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. എന്താണ് ഇനി 12 ലക്ഷത്തിന് മുകളിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു 14 ലക്ഷമോ 15 ലക്ഷം രൂപയോ ആനുവൽ ഇൻകം കിട്ടുവാണെങ്കിൽ പോലും നമ്മുടെ ടാക്സ് സ്ലാബിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ആദ്യത്തെ 4 ലക്ഷം വരെ നിങ്ങൾ ഒന്നും കൊടുക്കണ്ട. ഇത് തന്നിരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 12 ലക്ഷം വരെയുള്ളവർക്ക് ഒന്നും കൊടുക്കണ്ട. എന്നാൽ 12 അല്ലെങ്കിൽ 14 ലക്ഷം 15 ലക്ഷം കിട്ടുന്നവരാണെങ്കിൽ അവർക്ക് ടാക്സ് കൊടുക്കണം. അവരുടെ ടാക്സ് അന്നേരം കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ആദ്യത്തെ 4 ലക്ഷത്തിന് നില്ലെന്നും, ദെൻ 4 മുതൽ 8 വരെ 5%, 8 മുതൽ 12 വരെ 10%, 12 മുതൽ 16 വരെ 15%, 16 മുതൽ 20 വരെ 20%, 20 മുതൽ 24 വരെ 25%, 24 മുതൽ 30% ടാക്സ്. 24 ലക്ഷത്തിന് എബോ ആയിട്ട് വരുന്ന, നമുക്കറിയാലോ, ഒരു മെജോറിറ്റി ആൾക്കാരും എന്തിൽ വരുന്ന ആൾക്കാരായിരിക്കും? ഒരു 12 റേഞ്ചിൽ വരുന്ന ആൾക്കാരായിരിക്കും. എന്ന് വെച്ചാൽ ഒരു 50%, കേന്ദ്ര ഗവൺമെന്റ് കേസിൽ ഒരു 50% ആൾക്കാരും 12-ലായിരിക്കും എന്ത് വരുന്നത്, നമ്മുടെ 8th പേ കമ്മീഷൻ വരുമ്പോൾ വരുന്നത്. അപ്പോൾ അവർക്ക് വലിയൊരു ആശ്വാസമാണ്. നമുക്ക് ഈ ഇൻകം ടാക്സ് റിട്ടേൺ വരുന്ന സമയത്ത് നമുക്കൊരു വലിയ ആശ്വാസമാണ്. ഇത്രയും എമൗണ്ട് എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ട, ടാക്സ് കൊടുക്കണ്ട എന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ വർഷത്തതുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്താലോ? കഴിഞ്ഞ വർഷത്തെ ടാക്സ് സ്കെയിലുമായി നമ്മൾ നോക്കുമ്പോൾ എന്താണ് വരുന്നത്? 2024-25 ഇയറിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 ലക്ഷം വരെയാണ് നില്ല് വന്നിരിക്കുന്നത്. 3 മുതൽ 7 ലക്ഷം വരെയാണ് 5% വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, 7 ലാക്സ് വരെ മാത്രമേ എന്തുള്ളായിരുന്നുള്ളൂ, നോ ടാക്സ് അല്ലെങ്കിൽ 0 ടാക്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു വ്യത്യാസമല്ലേ ഇപ്പോൾ വന്നേക്കുന്നത്. 7-ൽ നിന്ന് ഈ ഇയറിലേക്ക് എത്തിയപ്പോൾ 5 ലക്ഷം രൂപയുടെ ഹൈക്ക് വന്നിട്ടുണ്ട്. 12 ലക്ഷം വരെ 0 ടാക്സ്
എന്ന് പറയുന്നത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. നോക്കൂ, അങ്ങനെ നോക്കി അവസാനം വരുമ്പോൾ 15 ലക്ഷം ആൻഡ് എബോയാണ് 30% ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഈ പുതിയ ഇയറിൽ വന്നിരിക്കുന്ന സ്കെയിൽ അനുസരിച്ച് 25 ലക്ഷത്തിന് അല്ലെങ്കിൽ 24 ലക്ഷത്തിന് മുകളിൽ വരുന്നവർ എന്ത് കൊടുത്താൽ മതി? 30% ടാക്സ് കൊടുത്താൽ. ഇവിടെയോ 15 ലാക്സ് മുകളിലുള്ളവർ വരെ 30% കൊടുക്കണം. ചില ആളുകളെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കും, ഞങ്ങൾ ഇനി ഇത് കേട്ടിട്ട് എന്താണ് കാര്യമുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് ഒന്നും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ കമന്റ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. ഞാൻ പറയുന്നത്, നിങ്ങൾ സ്വപ്നം കാണാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്കും ഗെറ്റ് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ ഇത്തരത്തിലുള്ള ജോബുകൾ. അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക്, ഇല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക്, മാതാപിതാക്കളാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുത്ത് അവരെ കൃത്യമായി ഗൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് UPSCയുടെയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെയും റെയിൽവേയുടെയും സൈഡിൽ നിന്ന് വരുന്ന കേന്ദ്ര ഗവൺമെന്റ് ജോലിയുമായി ബന്ധപ്പെട്ട ജോലികൾ നേടിയെടുക്കാനും അത്യാവശ്യം നല്ല പേ സ്കെയിലിൽ വർക്ക് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അത് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോയുമായി എത്തിയതും ഈ ടാക്സ് ലാബ് നിങ്ങളെ പരിചയപ്പെടുത്തിയതും. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി കൂടാതെ ഈ വർഷം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ സൈഡിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളൊന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ഏപ്രിൽ 22 മുതൽ CGLന്റെ പരീക്ഷ വരുന്നുണ്ട് മക്കളെ. നിങ്ങൾ ഉടനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കണം. ഏപ്രിൽ 22 അപ്ലൈ ചെയ്തിട്ട് പഠിക്കാമെന്ന് പറഞ്ഞ് ഇരിക്കരുത്. കഴിഞ്ഞ വർഷങ്ങളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നല്ല കോമ്പറ്റീഷൻ നേരിടുന്ന പരീക്ഷയാണ്. അത്യാവശ്യം നല്ല സാലറി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പോസ്റ്റുകളായതുകൊണ്ട് തന്നെ നിസാരമായി നേടിയെടുക്കാവുന്ന പരീക്ഷയാണെന്ന് കരുതരുത്. കൃത്യമായ പ്രിപ്പറേഷനോടുകൂടി അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയോടുകൂടി പോയെങ്കിൽ മാത്രമേ നമുക്ക് CGL പോലുള്ള പരീക്ഷകൾ നേടിയെടുക്കാൻ സാധിക്കൂ. അതുപോലെ സെൻട്രൽ പോലീസ് ഓഫീസർ CPO ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണ്. 16th മെയിൽ നോട്ടിഫിക്കേഷൻ വരും. CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം 27th മെയിൽ നോട്ടിഫിക്കേഷൻ വരും. MTS മൾട്ടിപ്പിൾ ടാസ്ക് വരുന്നതാണ്. 26th ജൂണിൽ നോട്ടിഫിക്കേഷൻ വരും. സ്റ്റെനോഗ്രാഫറിന് നോട്ടിഫിക്കേഷൻ 29th ജൂലൈ വരും. SSC JEയുടെ പരീക്ഷ 5th ഓഗസ്റ്റ് വരും. മക്കളെ, ഇത്രയും കൃത്യമായ ഒരു കലണ്ടർ, ഈ വർഷം തന്നെ നടക്കാനിരിക്കുന്ന പരീക്ഷകൾ, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, +2 ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, 10th ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, ഏത് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനൊരു ആവേശം തരുന്ന, ഞാൻ അപ്പോഴും പറയുന്നു, ഇത് പല രീതിയിൽ ചിലപ്പോൾ നമ്മളെ ഡിസപ്പോയിന്റഡ് ആക്കുന്നവർ കാണും. ഇതൊന്നും പഠിച്ചാൽ കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇതൊക്കെ പഠിക്കാൻ ആണ്. നിങ്ങൾക്ക് 1 ലക്ഷം രൂപ സാലറി കിട്ടുന്ന പോസ്റ്റിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ചുമ്മാതെ പോയി പഠിച്ച് നിങ്ങൾക്ക് കയറാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെതായ കൃത്യമായ പ്ലാനോടുകൂടി ഇപ്പോൾ UPSC പരീക്ഷ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷകളൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു നിലവാരമുണ്ട്. അവരുടെ ക്വസ്റ്റ്യൻസിൽ ഒരു നിലവാരമുണ്ട്. ബൈഹാർട്ട് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റം അല്ല. കൃത്യമായി പഠിച്ചു പോയാൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ എക്സാമുകൾ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരം പരീക്ഷകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഈ ടാക്സ് റിഡക്ഷൻ നമുക്കുണ്ടാക്കുന്ന അഡ്വാൻറ്റേജ് എന്താണെന്നും മനസ്സിലാക്കി മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ അവസരങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. കാരണം ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് ഒരു പക്ഷേ നടന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഒരുപാട് ആളുകൾ. പലപ്പോഴും നിവൃത്തിയില്ലായ്മ കൊണ്ടാണ് വെളിയിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനാണ് ദിശ അക്കാഡമി എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ പാസ് ചെയ്യുകയാണ്. അപ്പോൾ താങ്ക് യു. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.